നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ വാർത്തകളിലേക്ക്. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അംബാസിയിലാണ് തീപിടുത്തമുണ്ടായത്. ആലപ്പുഴ തലവടി സ്വദേശികളാണ് മരിച്ചത്. AC-യിൽ നിന്നുള്ള പുക ശ്വസിച്ചതാണ് മരണകാരണം എന്നാണ് സൂചന. 15 വർഷത്തിലധികമായി കുവൈറ്റിലായിരുന്നു 40-കാരനായ മാത്യൂസും ഭാര്യ ലിനിയും. മാത്യൂസ് റോയിട്ടേഴ്സിലെ ജീവനക്കാരനും ലിനി കുവൈറ്റ് മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സുമാണ്. മകൾ ഐറീൻ 8ാം ക്ലാസ്സിലും മകൻ ഐസക് 4ാം ക്ലാസ്സിലും. കുവൈറ്റിൽ തന്നെയായിരുന്നു വിദ്യാഭ്യാസം. ഒരു മാസം നാട്ടിൽ അവധി ആഘോഷിച്ച് വ്യാഴാഴ്ച രാത്രിയോടെയാണ് കുടുംബം മടങ്ങിയത്. വെള്ളിയാഴ്ചയാണ് കുവൈറ്റിൽ തിരിച്ചെത്തിയത്. ഫ്ളാറ്റിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപകടം. എയർ കണ്ടീഷന്റെ തകരാറ് മൂലം വന്ന വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക വിവരം. പ്രവാസി ജീവിതത്തിലെ സമ്പാദ്യം കൊണ്ട് 2 വർഷങ്ങൾക്ക് മുൻപാണ് നാട്ടിൽ മാത്യൂസ് വീട് പണിതത്. സാധിക്കുമ്പോഴെല്ലാം നാട്ടിൽ വന്നുപോയിരുന്ന മാത്യൂസിനും കുടുംബത്തിനുമുണ്ടായ ദുരന്തം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. നിലവിൽ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾക്കായി കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷും ബന്ധപ്പെട്ടിട്ടുണ്ട്. 24 ആലപ്പുഴ. കൂടുതൽ വിവരങ്ങളുമായി കുവൈറ്റിൽ നിന്നും ഗിരീഷ് ഒറ്റപ്പാലം ചേരുന്നുണ്ട്. ഗിരീഷ്, സങ്കട വാർത്തയാണ് കുവൈറ്റിൽ നിന്നും വന്നത് ഇന്ന്. എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഒക്കെ അവിടെ ഉണ്ടോ? പ്രജിൻ, കുവൈറ്റ് സമൂഹത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ അപകടമാണ് അബ്ബാസിയിൽ ഉണ്ടായത്. അപ്പാർട്ട്മെന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 4 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. AC-യിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായി. ഇതേ തുടർന്ന് ഫ്ളാറ്റിനകത്ത് ഉയർന്ന പുക ശ്വസിച്ചാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയിലുള്ള കെട്ടിടത്തിന്റെ 11ാം നിലയിലെ ഫ്ളാറ്റിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. ആലപ്പുഴ തലവടി സ്വദേശികളായ മാത്യു എബ്രഹാം 38 വയസ്സ്, ഭാര്യ ലിനി എബ്രഹാം 35, ഇവരുടെ 2 മക്കളായ 13 വയസ്സുകാരി ഐറിൻ എബ്രഹാം, 7 വയസ്സുകാരനായ ഐസക് എബ്രഹാം എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇവർ അവധി കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് പ്രാദേശിക സമയം ഏകദേശം 5 മണിക്ക് നാട്ടിൽ നിന്നും കുവൈറ്റിൽ തിരിച്ചെത്തി. തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കകമാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഇവരുടെ ഫ്ളാറ്റിൽ എത്തിയ ശേഷം ഓപ്പോസിറ്റ് ഫ്ളാറ്റിലെ അടുത്ത ഫാമിലിയുടെ ഒപ്പമാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണശേഷം യാത്രാക്ഷീണം മൂലം ഇവർ നേരത്തെ തന്നെ ഉറക്കത്തിലേക്ക് പോവുകയായിരുന്നു പ്രജിൻ. പക്ഷെ അവർ അറിഞ്ഞിരുന്നില്ല പ്രജിൻ, ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന്. ഫ്ളാറ്റിൽ തീ പടർന്നതിനെ തുടർന്ന് അഗ്നിശമന സേന വിഭാഗം സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഇതിനകം ഇവരുടെ ഫ്ളാറ്റിന്റെ ഡോർ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോഴേക്കും 4 പേരുടെയും ദാരുണ മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് അഗ്നിശമന വിഭാഗം മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. മരണമടഞ്ഞ മാത്യു എബ്രഹാം കുവൈറ്റ് റോയിസ്റ്റേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിഭാഗത്തിലെ ജീവനക്കാരനാണ്. ഭാര്യ ലിനി എബ്രഹാം 2010 മുതൽ അദാൻ ഹോസ്പിറ്റൽ നഴ്സായിരുന്നു. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഇൻഫോക് മെമ്പർ കൂടിയായിരുന്നു ലിനി. മക്കൾ ഐറിൻ എബ്രഹാം 9ാം ക്ലാസ്, മകൻ ഐസക് എബ്രഹാം 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. കുവൈറ്റിലെ തന്നെ ഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. നിലവിൽ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നടന്നതായാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. മൃതദേഹങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദ സൈക്കയുമായും വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷും ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരി, ഗിരീഷ് ഒറ്റപ്പാലമാണ് കുവൈറ്റിൽ വിശദാംശങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള മത്സരമായ ദുബായ് വേൾഡ് കപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 5-ന് മെയ്ദാൻ റേസ് കോഴ്സിലാണ് മത്സരങ്ങൾ നടക്കുക. ദുബായ് രാജകുടുംബത്തിൻ്റെതുൾപ്പെടെ ലോകത്തിലെ എണ്ണം പറഞ്ഞ കുതിരകൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിന്റെ 29ാമത് സീസണാണ് ഇത്തവണ അരങ്ങേറുക. അടുത്ത വർഷം ഏപ്രിൽ 5-ന് മെയ്ദാൻ റേസ് കോഴ്സിലാണ് മത്സരം അരങ്ങേറുക. വേൾഡ് കപ്പിന് മുന്നോടിയായി നടത്താറുള്ള ദുബായ് റേസിംഗ് കാർണിവൽ ഈ വർഷം നവംബർ 8, 22 തീയതികളിലും ഡിസംബർ 6, 20, അടുത്ത വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് നടക്കും. ലോകത്തിലെ മികച്ച കുതിരകളെയും ജോക്കികളെയും പരിശീലകരെയും ഉടമകളെയും കാത്തിരിക്കുകയാണെന്ന് ദുബായ് റേസിംഗ് ക്ലബ് ചെയർമാൻ ഷെയ്ഖ് റാഷിദ് ബിൻ ദൽമുഖ് അൽ മക്തൂം പറഞ്ഞു. വേൾഡ് കപ്പിന് ലോഗോ ഇത്തവണ പരിഷ്കരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകകപ്പിന്റെ സ്വീകാര്യത കണക്കിലെടുത്ത് പ്രാദേശികവും വിദേശികളുമായ കുതിരകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തവണ അധിക റേസിംഗ് പരിപാടികളും നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 106ആയി. സർക്കാർ ജോലിയിലെ സംവരണത്തിനെതിരെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളും പോലീസുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു.
সুযোগে দেখতে পাচ্ছেন যে পুলিশ বাহিনী নিয়ন্ত্রণ করে পারতেছিল না, কিন্তু এখন কিন্তু অলরেডি സർക്കാർ ജോലിയിലേക്കുള്ള സംവരണത്തിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ആകെയുള്ള 55% സംവരണത്തിൽ 30% സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്കാണ്. 2018 രാജ്യവ്യാപക പ്രക്ഷോഭത്തെ തുടർന്ന് സംവരണം പിൻവലിച്ചു. കഴിഞ്ഞ മാസം ബംഗ്ലാദേശിലെ കോടതി സംവരണം പുനഃസ്ഥാപിച്ചതോടെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടങ്ങിയത്. പോലീസും സമരക്കാരുമായി ഏറ്റുമുട്ടലുണ്ടായി. നിരവധി പേർ കൊല്ലപ്പെട്ടു. നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും സഖ്യകക്ഷികളുമാണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. അക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിനിടെ സംവരണം പുനഃസ്ഥാപിച്ച നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. എന്നാൽ സംവരണം പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയാണ് പ്രതിഷേധക്കാർ. സ്ഥിതിഗതികൾ രൂക്ഷമായതിനെ തുടർന്ന് രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. ഇന്ത്യൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഷെയ്ഖ് ഹസീന സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി പ്രക്ഷോഭം മാറിയിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ കലാപത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UAE-യിൽ പ്രതിഷേധിച്ച ബംഗ്ലാദേശ് പൗരന്മാർ അറസ്റ്റിലായി. പ്രതിഷേധക്കാർ ഗതാഗതം തടസ്സപ്പെടുത്തുകയും പൊതു സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തതായി പ്രോസിക്യൂഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിടുകയും പ്രതികളെ അടിയന്തര വിചാരണ നടത്തുകയും ചെയ്തു. പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് വീഡിയോ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ആൽഗരിതം ഉപയോഗിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഇടപെടൽ അവസാനിപ്പിക്കാൻ ബദൽ മാധ്യമ സംവിധാനം വരുമെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാർ. ഫൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷനോടനുബന്ധിച്ച് മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു നികേഷ് കുമാർ. ഡിജിറ്റൽ മാധ്യമങ്ങൾ അൽഗോരിതം ഉപയോഗിച്ച് ജേർണലിസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചുപറയുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ പറഞ്ഞു. എന്നാൽ ഇതിന് തടയിടാൻ ബദൽ മാധ്യമങ്ങൾ വരും. ആളുകൾക്ക് ഈ ബദൽ മാധ്യമം ഒരുക്കുക എന്നുള്ള നിലയിലേക്ക് പോലും ഡിജിറ്റൽ മാധ്യമങ്ങൾ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ വലുതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബദൽ മാധ്യമങ്ങളുടെ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുന്നതും ഇതാണ്. നിർമ്മിത ബുദ്ധിയെ മറികടന്ന മനുഷ്യബുദ്ധി മാധ്യമരംഗത്ത് ശക്തി പ്രാപിക്കുമെന്ന് 24 ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ USA മധു കൊട്ടാരക്കര പറഞ്ഞു. മനോരമയും ഹിന്ദുവും ഡിസൈൻ ചെയ്ത മാറിയോ ഗാർഷിയ പോലെയുള്ളവർ പ്രിന്റ് മീഡിയ വിഷയാധിഷ്ഠിതമായ വാർത്തകളുമായി മുന്നോട്ടു പോകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. നാളെ കാണുന്ന വാർത്തകളുടെ അടിയിൽ ഈ വാർത്ത വായിക്കുന്നത് മനുഷ്യനാണ് എന്ന് എഴുതി വയ്ക്കുന്ന ഒരു കാലഘട്ടം വരും. പക്ഷേ ഈ നിർമ്മിത ബുദ്ധിയെ മനുഷ്യബുദ്ധി അതിജീവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം കോവിഡ് കാലത്ത് നമ്മളെ പഠിപ്പിച്ചു അകലം പാലിക്കുവാൻ. പക്ഷേ 2 ബൂസ്റ്റ് വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറേ കൂടെ മനുഷ്യരെ ചേർത്ത് വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. വാഷിംഗ്ടണിൽ നടക്കുന്ന ഫൊക്കാന കൺവെൻഷനോടനുബന്ധിച്ചുള്ള മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. അശോക് കുമാർ, ബിജു ജോൺ, വിശാഖ് ചെറിയാൻ എന്നിവർ സെമിനാറിന്റെ ഏകോപനം നിർവഹിച്ചു. 3 ദിവസം നീണ്ടുനിന്ന ഫൊക്കാന കൺവെൻഷൻ ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപിക്കും. 24 USA. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ OICC കുവൈറ്റ് അനുസ്മരിച്ചു. ഓർമ്മകളിൽ എന്നും ഉമ്മൻചാണ്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളിൽ നിന്നും ഉമ്മൻചാണ്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ കുവൈറ്റ് മലയാളികളുടെ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവായ്പിന്റെ അടയാളമായി മാറി. പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് പേരാണ് അനുസ്മരണ സമ്മേളനത്തിന് എത്തിയത്. കുവൈറ്റ് OICC പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. കുവൈറ്റിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൾ മുത്തലിബ് ഓൺലൈനിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. OICC ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ കുമ്പളത്ത് ശങ്കരപിള്ള വിർച്വലായി മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി സംഘടനാ പ്രതിനിധികളും വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. ഹാരിസ് വള്ളിയോത്ത് KMCC, അനിൽകുമാർ കല, അബ്ദുൾ സലാം KKMA, ഡിനു സാരഥി, മാർട്ടിൻ ജോസഫ് ഗ്രൂപ്പ്, കാർത്തി NSS, സജീവ് നാരായണൻ സാരഥി, OICC നേതാക്കളായ രാജീവ് നടുവിലെമുറി, കൃഷ്ണൻ കടലുണ്ടി, സുരേന്ദ്രൻ മുങ്ങത്ത്, ബിനോയ് ചന്ദ്രൻ, ബൈജു പോൾ, ജസ്റ്റിൻ, അക്ബർ വയനാട്, റോയ് യോയാക്കി, ജലിൻ തൃപ്രയാർ, ഇസ്മായിൽ, സിദ്ദിഖ് അപ്പക്കൻ, ഷോബിൻ സണ്ണി, ആൻഡ്രു ബത്തർ വൈക്കം, റിജി കൊറുത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി സെക്രട്ടറിമാരായ നിസാം MA സ്വാഗതവും ജോയ് കരുവാളൂർ നന്ദിയും രേഖപ്പെടുത്തി.
സുരേഷ് മാത്തൂർ ഏകോപനം നിർവഹിച്ചു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പുഷ്പാർച്ചനയും പായസ വിതരണവും നടന്നു. ജലിൻ തൃപ്പയാർ, 24 കുവൈറ്റ്. അറേബ്യൻ സ്കൈ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി സൗദിയിലെ ജിദ്ദയിൽ പ്രവർത്തനം തുടങ്ങി. ജിദ്ദ ഷറഫയിലാണ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. GCC വിസ സർവീസുകൾ, യൂറോപ്പ് വിസ സർവീസുകൾ, ഉംറ സർവീസ്, ഇന്റർനാഷണൽ ടൂർ പാക്കേജുകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണെന്ന് ഡയറക്ടർ മുഹമ്മദ് നഷ്രിഫ് അറിയിച്ചു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിനെ തുടർന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളിലെ പ്രതിസന്ധി ഒഴിയുന്നില്ല. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ഉടനെ പ്രശ്നപരിഹാരം ഉണ്ടാവുമെന്നാണ് വ്യോമയാന മന്ത്രാലയം അറിയിച്ചത്. ഇന്നലെ മാത്രം 200ഓളം വിമാന സർവീസുകളാണ് രാജ്യത്തുടനീളം മുടങ്ങിയത്. ഇതിൽ 190 സർവീസുകൾ ഇൻഡിഗോയുടേത് മാത്രമാണ്. ഇന്ന് പ്രതിസന്ധിക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട്. ഇന്നലെ ഇൻഡിഗോയുടെ 9 വിമാനങ്ങളാണ് മുംബൈയിൽ റദ്ദാക്കിയതെങ്കിൽ ഇന്ന് 2 സർവീസുകൾ മുടങ്ങി. കൊച്ചിയിലേക്കും വാരണാസിയിലേക്കുമുള്ള സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. അന്താരാഷ്ട്ര സർവീസുകളുടെ സമയം വ്യാപകമായി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. വിശാഖപട്ടണം എയർപോർട്ടിൽ ഇന്ന് ഇതുവരെ 5 സർവീസുകൾ മുടങ്ങി. ദില്ലി വിമാനത്താവളത്തിൽ ഇന്നും നീണ്ട ക്യൂ ആയിരുന്നു. സെൽഫ് ബാഗേജ് ഡ്രോപ്പ്, ഡിജി യാത്രാ സംവിധാനങ്ങൾ പണിമുടക്കി. വിമാനത്താവളങ്ങളിൽ ബോർഡിംഗ് പാസ് എഴുതി നൽകേണ്ടിയും വന്നു. വിമാനം റദ്ദാക്കുന്ന പക്ഷം മാറ്റി ബുക്ക് ചെയ്യാനോ റീഫണ്ടിന് അപേക്ഷിക്കാനോ യാത്രക്കാർക്ക് കഴിയുന്നില്ല. അതേസമയം പ്രതിസന്ധി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും ഒരു വിമാനം പോലും റദ്ദാക്കിയില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രാജ്യത്തെ വിമാന കമ്പനികൾ കഴിഞ്ഞ ദിവസം നേരിട്ടത്. പ്രതിസന്ധിയുടെ ആഴവും നഷ്ടത്തിന്റെ കണക്കുകളും വരാനിരിക്കുന്നതേയുള്ളൂ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈ വിമാനത്താവളത്തിന് മുന്നിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. രക്ഷാദൌത്യത്തിന് സൈന്യം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിന് സൈന്യമെത്തും. തെരച്ചിലിന് സൈന്യത്തിന്റെ സഹായം തേടിയെന്ന് കാർവാർ SP P നാരായണ 24നോട് പറഞ്ഞു. Evening, a crucial signal get it in the that point. What was the next procedure of that? Sir, now that's why we made 4 contours. So we cannot take the entire mud outside, but since the lorry is very long, we are making multiple contours from to go inside the river. We are requested for military from the Belgaum to come tomorrow and have a situation assessed, and they can both launch operations on the landslide area and also river. രക്ഷാപ്രവർത്തനത്തിന് നാളെ രാവിലെ സൈന്യം എത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചതായി MK രാഘവൻ MP 24നോട് പറഞ്ഞു. ഞാൻ രാവിലെ മുതൽ കർണാടകത്തിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കർണാടകത്തിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാർ എന്നെ തിരിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ സൈന്യം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും, തീരുമാനമായി എന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാവിലെ മുതൽ ഈ സൈന്യത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംസാരിക്കായിരുന്നു. ഒന്നും തീരുമാനം വരാത്തതുകൊണ്ടാണ് ആരോടൊന്നും പറയാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ സൈന്യം റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാൻ വേണ്ടി പോകാമെന്ന് അറിയിച്ചു. ട്രക്കർ അവർ ഐഡന്റിഫൈ ചെയ്തെന്നാണ് കിട്ടുന്ന വിവരം അവിടെ നിന്ന്. വൈകിയാണെങ്കിലും സൈന്യം വരുന്നതിൽ ആശ്വാസമുണ്ടെന്ന് അർജുന്റെ സഹോദരി അഞ്ജു 24നോട് പറഞ്ഞു. നമ്മള് നമ്മുടെ രാഘവൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ റെസ്ക്യൂ നിർത്തി വെച്ചത് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വേണുഗോപാൽ സാറിനെ, സുരേഷ് ഗോപി സാറിന്റെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. അവിടുന്ന് ഓഫീസിൽ നിന്ന് വേറെ ആരോ ആണ് എടുത്തത്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സൈന്യം വേണം എന്നുള്ള രീതിയിൽ. നമ്മൾ നേരത്തെ മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം, റെസ്ക്യൂ നിർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവരൊക്കെ ഇൻഫോം ചെയ്തിട്ട് ഒരുപാട് വിളിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ സാറ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ കാര്യം, നാളെ രാവിലെ സൈന്യം എത്തും, ഉറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ്. എന്താണെങ്കിലും നാളെ രാവിലെ കാണാം അവര് എത്തോ ഇല്ലയോ എന്നുള്ളത്. നമുക്കിപ്പോ വിശ്വാസമുണ്ട്, സൈന്യം എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പുലർച്ചെ 6:30 തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തിരികെ വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് രോഗം ബാധിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള സുഹൃത്തിനും പനിലക്ഷണങ്ങളുണ്ട്. 30 പേരെ നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക നിപ വാർഡ് തുറന്നു. മലപ്പുറം കളക്ടറേറ്റിൽ കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് ഈ മാസം 10-നാണ് പനി ബാധിക്കുന്നത്. ജൂലൈ 12-ന് പാണ്ടിക്കാട് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സിച്ചു. ജൂലൈ 13-ന് പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി.
ജൂലൈ 15-ന് ഇതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് തന്നെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കുട്ടി അബോധാവസ്ഥയിലായി. അവിടെ നിന്ന് ഇന്നലെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ടോടെയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത്. നിലവിൽ ഗുരുതരാവസ്ഥയിലായ കുട്ടി വെന്റിലേറ്ററിലാണ്. ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോണ്ടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ എന്നിവർ ഉൾപ്പെടെ 214 പേർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഹൈറിസ്ക് വിഭാഗത്തിൽ 60 പേരാണുള്ളത്. 15 പേരുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. അതേസമയം കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട സുഹൃത്തിന് പനി സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത്. പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം. നാളത്തെ ദിവസം മദ്രസ, അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ 2 പഞ്ചായത്തുകളിലും അവധിയായിരിക്കും. പ്രദേശത്ത് കടകൾ രാവിലെ 10 മുതൽ 5 വരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ. സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. പൊതുചടങ്ങിൽ പരമാവധി ആളുകളെ കുറയ്ക്കാനാണ് നിർദ്ദേശം. 24 മലപ്പുറം. പനിപ്പേടിയിലാണ് കേരളം. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയായ 3 വയസ്സുകാരന് ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി പനി കൂടിയതിനെ തുടർന്നാണ് കൊടുവള്ളി സ്വദേശി KC ഷരീഫിന്റെ മകൾ ഫാത്തിമ ബത്തൂലിനെ ആദ്യം വട്ടോളിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. കൊച്ചിയിൽ ഇന്നലെ പനി ബാധിച്ചത് 1061 പേർക്ക്. 32 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 7 പേർക്ക് എലിപ്പനിയും. അതിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കണ്ണൂരിലെ 3.5 വയസ്സുകാരന് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സ തുടങ്ങി. ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകുന്നുണ്ട്. കുട്ടി കുളിച്ച കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം വിലക്കി. മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 14 വയസ്സുകാരൻ 3 ദിവസത്തിനകം ആശുപത്രി വിടും. കൃത്യസമയത്ത് ചികിത്സ നൽകാൻ കഴിഞ്ഞത് നിർണായകമായി. 24 കോഴിക്കോട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം. കുത്തിവെപ്പിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതി 6 ദിവസമായി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മലൻകീഴ് സ്വദേശിനി 28 വയസ്സുള്ള കൃഷ്ണയാണ് ചികിത്സയിലുള്ളത്. കുടുംബത്തിന്റെ പരാതിയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തു. കിഡ്നി സ്റ്റോണിന് ചികിത്സ തേടിയെത്തിയ യുവതി കുത്തിവെപ്പിന് പിന്നാലെ അബോധാവസ്ഥയിലായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. യുവതിക്ക് അലർജി പ്രശ്നമുണ്ടായിരുന്നു. തൈക്കാട് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നെയ്യാറ്റിൻകര ആശുപത്രിയിലെത്തിയത്. ഭർത്താവ് ലാബിലേക്ക് പോയ സമയം കൃഷ്ണയ്ക്ക് കുത്തിവെപ്പ് നൽകി. ഇതോടെ കൃഷ്ണ അബോധാവസ്ഥയിലായെന്ന് കുടുംബം ആരോപിച്ചു. ഞാൻ ചെന്ന് കാണുമ്പോൾ കുട്ടിയുടെ മുഖമെല്ലാം കറുത്ത കളറും കണ്ണിൻ്റെ ഭാഗമെല്ലാം നീല കളറ്, കണ്ണെല്ലാം അടഞ്ഞിരിപ്പുണ്ട്, ഹൃദയം ഇടിപ്പൊന്നുമില്ല, വായ്ക്കകവും നാക്കും എല്ലാം നീല കളറാണ്. ക്രിട്ടിക്കലാണ്. ഇപ്പോൾ 6 ദിവസമായി. എന്തേലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ 3 ദിവസത്തിന് മുന്നേ പ്രതികരിക്കണമായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതീവ ഗുരുതരമാണ്. ഇതിങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. എന്താണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 ദിവസമായി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കൃഷ്ണ. ബ്രെയിനിലേക്ക് കണ്ടമാനം നീര് കെട്ടിയിട്ടുണ്ട്. ബ്രെയിൻ ഡാമേജാണ്. ബ്രെയിനും ലിവറും ഹാർട്ടും വളരെ വീക്കാണ്. നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമേ ഇവിടുത്തെ ഡോക്ടർ പറയുന്നുള്ളൂ. ഈ സമയം വരെ അവർക്ക് വെന്റിലേറ്ററിന്റെ സഹായം അല്ലാതെ മറ്റൊന്നും കഴിയുന്നില്ല അവർക്ക്. കുടുംബത്തിന്റെ ആരോപണത്തിൽ ചികിത്സാ പിഴവിന് നെയ്യാറ്റിൻകരയിലെ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായില്ലെന്ന് KGMO അറിയിച്ചു. ഉദരസംബന്ധമായ അസുഖത്തിന് നൽകുന്ന മരുന്ന് മാത്രമാണ് യുവതിക്ക് നൽകിയതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ SNDPയെ വീണ്ടും പഴിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BDJS BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്നാണ് വിമർശനം. LDFിൽ തിരുത്തലുകൾ ഉണ്ടാവുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള CPI-CPIM തർക്കം തുടരുന്നതിനിടയിലാണ് SNDPക്കെതിരായ നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കടുപ്പിക്കുന്നത്. SNDPക്കെതിരായിട്ടുള്ള ഭീഷണി RSSന്റെയും BJPയുടേതും. മതവർഗീയവാദികൾ ഹിന്ദുത്വ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നവരാണ് SNDPയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരസ്യ പ്രതികരണം. തിരുത്തലുണ്ടാകും. മുഖ്യമന്ത്രിക്കെതിരെ തൃശൂർ MLA P. ബാലചന്ദ്രൻ പ്രസംഗിച്ചിട്ടില്ലെന്നും വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചുണ്ടലത്തും പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ വെച്ച് മുന വെച്ചൊരു ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണത്. അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഞാൻ ആ വേദിയിലുണ്ടായിരുന്നതാണ്. എനിക്ക് പോലും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ LDF ഘടകകക്ഷികളിലെ അതൃപ്തി വീണ്ടും മറനീക്കുകയാണ്. 24 തൃശൂർ. തൃശൂർ മേയർ MK വർഗീസിനെതിരെ വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് താൻ അറിയാതെയെന്ന് ML റോസി ആരോപിച്ചു. മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ കറുത്ത ഗൗൺ അണിഞ്ഞ് UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. എന്നാൽ മേയർക്ക് പിന്തുണയുമായി BJP കൗൺസിലർമാർ രംഗത്തെത്തി. LDF ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷനിലെ ഭിന്നത വെളിവാക്കുന്നതായിരുന്നു ഇന്നു ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ. 2 മാസങ്ങൾക്കിപ്പുറം ചേർന്ന കൗൺസിൽ യോഗത്തിൽ മേയർ MK വർഗീസിനെതിരെ പരസ്യ വിമർശനവുമായി ഡെപ്യൂട്ടി മേയർ ML റോസി രംഗത്തെത്തി. ഇവിടുന്ന് ഒരു അനക്കം തട്ടിയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ പൊതുജനം ചോദിക്കാറോടായിരിക്കും, ഡെപ്യൂട്ടി മേയറോടായിരിക്കും. ഇവരെ രക്ഷയ്ക്ക് പോയി അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വാക്ക് എനിക്ക് ജനങ്ങളോട് ഉത്തരം പറയാൻ, എവിടെ പോയി, എന്തിനു പോയി, ആർക്കു വേണ്ടി പോയി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാനൊന്നും കിട്ടാറില്ല. കോർപ്പറേഷനിൽ ഭരണസ്തംഭനമെന്നും മേയർ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. മേയറുടെ ചേംബറിൽ നിന്ന് പാർലമെന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം സുരേഷ് ഗോപി മേയറെ കാണാൻ വന്നപ്പോൾ, BJPക്ക് നേതാക്കന്മാരോടൊപ്പം മേയറെ കാണാൻ വന്നപ്പോൾ ഒരു മേയറെ സ്ഥാനത്ത് നിന്ന് മേയറിന്റെ ബഹുമതിയോട് കാണുന്നില്ല. എന്നാൽ മേയർ അതനുസരിച്ച് ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിരുന്നു. അതിനിടെ മേയർക്ക് പിന്തുണയുമായി BJP കൗൺസിലർമാർ രംഗത്തെത്തി. MK വർഗീസിനെതിരായ അതൃപ്തി തുടരുന്നതിനിടെ CPI കൗൺസിലർമാരും യോഗത്തിനെത്തി. 24 തൃശൂർ. ഏതോ സ്ത്രീയുടെ പേരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒത്തിരി പഴി കേട്ടുവെന്ന് CPIM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ. ഉമ്മൻചാണ്ടിക്കെതിരെ താൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തകന് മൗലികാവകാശമുണ്ട്. പ്രതിപക്ഷത്തോടുള്ള ബഹുമാനം പ്രധാനമെന്നും പ്രതിപക്ഷത്തെ തെറിവിളിക്കുന്നതല്ല പാർട്ടി സ്നേഹമെന്നും G. സുധാകരൻ പറഞ്ഞു. പ്രതിപക്ഷത്തോടുള്ള ബഹുമാനം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പലരും മറന്നുപോവാണ്. ചുമ്മാ ചീത്ത പറയുന്നതാണ് പാർട്ടി സ്നേഹം. അതുകൊണ്ടല്ല, അങ്ങനെ ചീത്ത ഇരുന്ന് ഇരിക്കുന്നിടത്ത് പുല്ല് മുളയ്ക്കത്തില്ല, വളരത്തില്ല, നശിക്കോളൂ. അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിച്ചതാണല്ലോ ഏതോ ഒരു സ്ത്രീയുടെ പ്രശ്നത്തിൽ. എന്നെ വായുന്നൊരു വാക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞു, ആ പ്രശ്നം ഞാൻ പറഞ്ഞു. കേന്ദ്ര ബജറ്റിന് ഇനി 2 നാൾ. കേന്ദ്ര ബജറ്റിനെ സംസ്ഥാനം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജും വിഴിഞ്ഞത്തിന് 5,000 കോടിയുടെ പ്രത്യേക പാക്കേജും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം നൽകാനുള്ള അർഹമായ വിഹിതം ഉൾപ്പെടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തോട് 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനം ചെലവഴിച്ച തുക തിരികെ നൽകണം. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം. കേരളത്തിന് അർഹമായ നികുതി വിഹിതം കിട്ടുന്നില്ല. ബജറ്റിന് മുന്നോടിയായി നടന്ന ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF MPമാർ പിന്തുണ വാഗ്ദാനം ചെയ്തു. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് സഹായകരമാകും. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്, അതിന് നമുക്ക് 5,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞു. പിന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരാനുള്ള തന്നെ നമ്മൾ ചിലവഴിച്ച പണം തരാനുണ്ട് ധാരാളം. 3,000-ലധികം കോടി രൂപ ഇപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്ത NHM, അംഗൻവാടി, ആശ ഇതുപോലുള്ള മേഖലകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാം കുടിശ്ശികയാണെന്ന് വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ 40,000 കോടി അധികമാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നത്.
1,20,000 കോടിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന് 5 വർഷം ചിലവാക്കിയെങ്കിൽ ഞങ്ങൾ ഈ സർക്കാർ തുടർച്ചയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുമ്പം 1,60,000 കോടി രൂപ വർഷം ശരാശരി ചിലവാക്കുന്നുണ്ട്. എന്നാ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്? 2021 ഏപ്രിൽ 1. 2021 ഏപ്രിൽ 6 ഇലക്ഷൻ നടന്നു. 2021 മെയ് മാസം 20 പുതിയ ഗവൺമെൻറ് വന്നു. ശമ്പളം കൊടുത്തത് ഈ ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. സംസ്ഥാനത്ത് കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് നൽകാത്തതിന് കാരണം രാഷ്ട്രീയമാണ്. റെയിൽവേ വികസനത്തിലും കൂടുതൽ പദ്ധതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ അധിക തുക നൽകുമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഇന്ത്യൻ മുൻ നായകൻ ബൈചുങ് ബൂട്ടിയ രാജിവെച്ചു. ടെക്നിക്കൽ കമ്മിറ്റി അറിയിക്കാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായി മനോലോ മാക്വിസിനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി. പരിശീലകനെ നിയമിക്കുമ്പോൾ ടെക്നിക്കൽ കമ്മിറ്റിയോട് ആലോചിക്കണം. കമ്മിറ്റിയുടെ അധ്യക്ഷനായ IM വിജയൻ പോലും ഇക്കാര്യം അറിഞ്ഞതായി തോന്നുന്നില്ല. നിയമങ്ങൾ അട്ടിമറിച്ചാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഏകപക്ഷീയമായ തീരുമാനമെടുത്തതെന്നും ബൈചുങ് ബൂട്ടിയ പറഞ്ഞു. ദുബായ് എയർപോർട്ടിൽ തീപിടുത്തം. ഇന്ന് രാത്രിയോടെയാണ് അപകടമുണ്ടായത്. സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെത്തി തീയണച്ചു. തീപിടുത്തത്തെ തുടർന്ന് ടെർമിനൽ 2 ചെക്ക് ഇൻ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.